ഹൈ ക്വാളിറ്റി ഓഡിയോ വേണമെന്നുള്ള ആ ഒരു താല്പര്യത്തിൽ നമ്മൾ ചാനലിലുള്ള ഒരു സബ്സ്ക്രൈബറും ഞാനും കൂടി ഒരുപാട് തിരഞ്ഞ് ലാസ്റ്റ് കിട്ടാനില്ല. നമ്മൾ നാട്ടിലൊന്നും കിട്ടാനില്ല. ഒരുപാട് ഓൺലൈനായിട്ടും അല്ലാതെയും വല്ല ബ്രാൻഡുകളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സുഹൃത്ത് കണ്ടെത്തിയാണ് ഈ സോണിയുടെ ഈ സ്പീക്കർ സിസ്റ്റം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 സെറ്റ് സ്പീക്കേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള സെയിം ടൈപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ബ്രാൻഡഡ് സ്പീക്കർ ഉണ്ടാക്കാൻ പറ്റുമോ, നല്ല ക്വാളിറ്റി സ്പീക്കർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സാധനം കണ്ടെത്തിയത്. ഇതിൻ്റെ സ്പീക്കർ നോക്കുകയാണെങ്കിൽ നമുക്ക് 3-way ആയിട്ടുള്ള 2 ഡ്രൈവറും ഒരു ട്യൂട്ടറും ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്പീക്കർ സിസ്റ്റമാണിത്. അപ്പോൾ ഈ ടൈപ്പ് തന്നെ 2 ഉണ്ട്, അതേപോലെ സറൗണ്ട് ആയിട്ടുള്ള 2 ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഈ സ്പീക്കേഴ്സ് ഇതിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു ടവർ ടൈപ്പ് സ്പീക്കർ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിന് എന്തൊക്കെ നമുക്കറിയണം. ഈ സ്പീക്കർ യഥാർത്ഥത്തിൽ ഒരു സ്പീക്കർ എത്ര വാട്ട്സ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഒരു ട്യൂട്ടർ എത്ര വാട്ട്സ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയണം. അപ്പോൾ ആ ടൈപ്പ് വരുമ്പോൾ അതിന് എത്ര വാട്ട്സ് മൊത്തത്തിൽ വരും, അതിന് എത്ര വാട്ട്സിൻ്റെ ബോർഡ് വേണം, ഏത് ടൈപ്പ് ബോർഡ് വേണം, അപ്പോൾ അത് ഏത് തരം ബോക്സിൽ നമ്മൾ ഉണ്ടാക്കണം, അങ്ങനെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്യിച്ചു. അപ്പോൾ തന്നെ സ്വന്തമായിട്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോ മിഡോ ഹൈയോ വരുന്നത്. അത്യാവശ്യം ഒരു നമ്മുടെ ആവറേജ് സബ് വൂഫറിന് വരുന്ന ആ ഒരു ബേസ് തന്നെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനാട്ടും എത്രയോ നല്ല എഫക്റ്റുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ കിട്ടാനുണ്ട്. ഇത് യൂസ്ഡ് ആണ്, ഇത് ബോക്സ് കംപ്ലൈൻ്റ് ആണ്, ഇതിൻ്റെ ക്യാബിനറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളിത് മാറ്റി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടവർ ടൈപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ ടൈപ്പ് സ്പീക്കർ. ഈ സ്പീക്കർ ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ, ഈ ട്യൂട്ടർ എത്രയാണ്, അപ്പോൾ അത് അറിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നിനെ പറ്റി അറിഞ്ഞാലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു PDF-ൽ ഇതിൻ്റെ ടൂൾ പറയുന്നത് ഇതുപോലെയുള്ള ഈ ഉളി പോലെയുള്ള ഈ ഒരു സാധനമാണ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമ്മളതൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമ്മളതായ ഒരു ടൂൾ വെച്ചിട്ട് തൽക്കാലം ഇത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അയച്ചതിൻ്റെ അവസ്ഥ എന്താ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഇത്രയും തിക്കി പൊളിച്ചെടുത്തത് ഇങ്ങനെയുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മളതിൽ ആ സെയിം ടൂൾ ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെയാണ് ഇതിപ്പോൾ അയച്ചെടുത്തിട്ടുള്ളത്. ഇത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പേപ്പറിലൊന്നും കുടുങ്ങിപ്പോവാതെ ഇത് അയച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിലെ പീസ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്പീക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് ഉള്ളത്. ഒരു ഫൈബറിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇങ്ങനെയുള്ള ഫിറ്റിങ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. സാധാരണ വുഡിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആണല്ലോ വെക്കുന്നത്. അപ്പോൾ ഈ സ്പീക്കർ അയച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇതാരോ അയച്ച് പണിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇവിടെ ട്യൂട്ടറിൻ്റെ മുകളിൽ ഇവിടെ ടാപ്പൊക്കെ അടിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കമ്പനി ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ട്വിറ്ററിൻ്റെ മുകളിൽ കാണുന്ന ഒരു തരം കോഡുകളാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് വേണ്ടി വരും ഇതിൻ്റെ ഡീറ്റെയിൽ ഡാറ്റയൊക്കെ തപ്പിയെടുക്കാൻ. അപ്പോൾ ഇവിടെ കാണുന്ന കുറച്ച് റെസിസ്റ്ററൊക്കെ സീരീസ് ആയിട്ട് ഇട്ടിട്ടാണ് ട്യൂട്ടറിലേക്ക് കൊടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതായത് എല്ലാ ചാനലിലെ സ്പീക്കറും ഇങ്ങനെയാണോ അവസ്ഥ, എന്താ റിപ്പയർ ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല. ഇനി ഇതിനകത്ത് ഫിൽറ്റർ ക്രോസ് ഓവർ ആയിട്ട് വേറെ എന്തെങ്കിലും ഉള്ളിലുണ്ടോ, ഇനി അതത്തെ ഫോൾട്ടായിട്ട് ഇതുപോലെ റിസൾട്ട് കൊടുത്താണോ അറിയില്ല. അപ്പോൾ അത് കഴിച്ചു നോക്കിയാൽ കാര്യങ്ങളറിയാം. അപ്പോൾ ഇതിനകത്തുള്ള സ്പീക്കേഴ്സ് 2 നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ സോണി ഒരു കോഡും ഉണ്ട്, അതുപോലെ മലേഷ്യയാണ്, മെയ്ഡ് ഇൻ മലേഷ്യ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ കോഡ് വെച്ച് തപ്പിയെടുക്കാം. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ എക്സ്ട്രാ ക്രോസ് ഓവറോ അങ്ങനത്തെ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും പ്ലെയിൻ ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ബ്രേസിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഷേപ്പ് തന്നെ ആ ടൈപ്പുള്ള ഒരു ഷേപ്പാണ് ഈ ബോക്സ്. അതുകൊണ്ട് ബ്രേസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ആകെ ഉള്ളത് ഇതിനകത്ത് ഒരു ട്യൂട്ടറിനുള്ള ഒരു 1.5 UF 100 വോൾട്ട് ഫിൽറ്റർ മാത്രമല്ല, ഒരു ട്യൂട്ടറിനുള്ള ഫിൽറ്ററാണ്. അതിന് ബോക്സിൻ്റെ മുകളിലുള്ള ഡീറ്റെയിൽസ് പറയുന്നത് ഈ കാണുന്ന ഡീറ്റെയിൽസ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റേറ്റഡ് ഇമ്പഡൻസ് 8 ohms ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോ സ്പീക്കറും 4 ohms ആയിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ സോണിയുടെ ഈ കാണുന്ന നമ്പർ വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത് ഇതൊരു 2-way ബേസ് റിഫ്ലെക്സ് സിസ്റ്റം ഉള്ള ഒരു സ്പീക്കർ ടൈപ്പാണ്. അപ്പോൾ മാഗ്നറ്റിക്കലി ഷീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് മാഗ്നറ്റിക് ഷീൽഡ്. ഇത് ടിവിയുടെ അടുത്തൊക്കെ വെക്കുമ്പോൾ ആ സൗകര്യത്തിനും മറ്റ് ഫ്രീക്വൻസി നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഷീൽഡ് ഇതുപോലെ സ്പീക്കേഴ്സിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള ആ ഒരു സ്പീക്കർ സിസ്റ്റം തന്നെ ഒരു 60 watts റേറ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്പീക്കർ 30 watts ഉണ്ടാവും. അപ്പോൾ 2 സ്പീക്കറിനോട് 60 watts എന്ന് പറയാം. ഇങ്ങനത്തെ 3 സ്പീക്കേഴ്സും ഇങ്ങനത്തെ 2 ട്യൂറ്റേഴ്സും ഉള്ള ഒരു ടവറാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ എങ്ങനെ വരും, ഏത് ബോർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 30+30+30 90 watts പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇത്രയും നാളെ മറ്റന്നാളോ എത്തിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകണം. നമുക്ക് വേണ്ട കൃത്യമായ ബോർഡ് കിട്ടണം. നമുക്ക് ആ ഓഡിയോ ക്വാളിറ്റി ആ ബോഡിയിൽ നിന്ന് ആ ഒരു
ആംപ്ലിഫയറിൽ നിന്ന് വരണം. അപ്പോൾ അതിന് പറ്റിയ തന്നെ നല്ല കറക്റ്റ് ബോർഡ് കിട്ടണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒന്ന് വാങ്ങി ഉപയോഗിക്കാനുള്ള ഉദ്ദേശമില്ല. അത് ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള സ്പീക്കേഴ്സ് മാത്രമേ, അതായത് സ്പീക്കേഴ്സ് അല്ല, ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ആംപ്ലിഫയർ മാത്രമേ ഞാൻ ആ ബോർഡ് മാത്രമേ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യുള്ളൂ. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരുവിധം വില കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കിട്ടുന്ന രൂപത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇത് നല്ല ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് അതിൻ്റെ സമയമെടുത്ത് നമുക്ക് കൺഫേം ആക്കി മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. ഇതൊരു 93 dB ആണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ സെൻസിറ്റിവിറ്റി കാണിച്ചത്. സോറി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല. അപ്പോൾ 93 dB ആണ് സെൻസിറ്റിവിറ്റി ഉള്ള സ്പീക്കേഴ്സാണിത്. 30 വാട്ടിൽ ഒരു ടവർ സ്പീക്കേഴ്സ്. അപ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോസ് കാണാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അതിൻ്റെ മുകളിൽ ഓൾ നോട്ടിഫിക്കേഷൻ അടിക്കുക. ഇല്ലെങ്കിൽ അടുത്ത വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ടെക് ചാനലാകുമ്പോൾ അത് ആ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തന്നെ എല്ലാവരും അതായത് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകൾ കാണുള്ളൂ. എന്തായാലും ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ ബട്ടൺ അടിക്കുക, എന്നാൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.